മക്കളെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി തേങ്ങ അരച്ച മത്തിക്കറിയാണ്. ഈ മീൻകറി പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക. ഇപ്പൊ ഞാൻ കാണിക്കാൻ പോണത് ഞാൻ എൻ്റെ വീട്ടില് ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കാണ് കാണിക്കാൻ പോണത്. ഇനി നമ്മൾ മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. അതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു മീഡിയം സൈസ് നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഞാൻ വാളം പുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി കുടംപുളി ഇട്ട് വെക്കണവർക്കും വെക്കാം. ഇത് നന്നായിട്ടൊന്ന് കുതിരട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് തേങ്ങ അരച്ച മീൻ കറിയുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ജാറിൽ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ആ തേങ്ങയുടെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം. സാധാ മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂണൊക്കെ മതിയാവട്ടെ. എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ അരയ്ക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചു കൊണ്ടുവരാം. ഇതേപോലെ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു തരി ഇല്ലാതെ അരച്ചിട്ടുണ്ട്. കണ്ട, ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഞാൻ ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെക്കുന്നത്. ചട്ടി ചൂടായി വന്നാൽ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 2 നുള്ളു ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ പോട്ടെ. ഇപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് 4ആയിട്ട് കീറിയതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ലേശം കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. മക്കളെ, ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലൊരു മീഡിയം സൈസിൽ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. തക്കാളി വല്ലാതെ വെന്ത് ഉടയൊന്നും വേണ്ട, ഒന്ന് വെന്താൽ മാത്രം മതി. നമുക്ക് 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളി ഒന്ന് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞിട്ടുമില്ല കേട്ടോ. ഈ സമയത്തിന് നമുക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന മസാല ഒഴിച്ചു കൊടുക്കാം. ഈ ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മസാലയും തക്കാളിയും ഒക്കെ ഒന്ന് മിക്സായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ഞാൻ ജാറ് കഴുകിയിട്ടൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിൽ വെള്ളം ഒഴിക്കണില്ല. ഇനി നമുക്ക് എല്ലാതും പാടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് തിളച്ച് പുളിയും തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. വെള്ളം പോരാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഇനി തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് മീനിട്ട് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടോ. ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ നന്നായിട്ടൊന്ന് തീ വെച്ചിട്ട് മീൻ ഓരോന്നായിട്ട് ഇതിൽ പിറക്കിയിട്ട് കൊടുക്കാം. ഇത് ചെറിയ മത്തി കാരണമാണ് ഞാനിത് മുറിക്കാതെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വലിയ മത്തിയാണെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം. ഈ മത്തിയുടെ മേലെയൊക്കെ മസാല പെടുന്ന രീതിയിൽ. മത്തി മുങ്ങി കിടക്കുന്നു കേട്ടോ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മീൻ വേവിച്ചെടുക്കാം.
എപ്പോഴും മീനിടുമ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വേണം മീനിടാൻ. എന്നിട്ട് മീനിട്ടിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡിയാവും കേട്ടോ മക്കളെ. തീ വെക്കുമ്പോൾ ഒരു മീഡിയം ലെവലിൽ തീ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ മത്തിക്കറി ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി മീൻ നന്നായിട്ട് വെന്ത് വരട്ടെ. ഈ സമയത്ത് ഇളക്കി കൊടുക്കൊന്നും വേണ്ട കേട്ടോ മക്കളെ. നമ്മളെ മീൻ കറി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നോക്കാം. അയ്യോ, നമ്മുടെ മീൻ കറി നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇറക്കി അങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങനെ പരത്തി ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി കരിവേപ്പിലയും കൂടി പരത്തിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മെല്ലെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കയ്യിലിട്ട് ഇളക്കരുത്, സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ മീനൊക്കെ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കാൻ പറഞ്ഞത്. ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട് മക്കളെ. ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും മീൻ കറി ഉണ്ടാക്കും, ഓരോരോ വിധത്തിലാണ് ഉണ്ടാക്കുക. ഈ വിധത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.